എൻ്റെ പേര് മിഥുൻ. പാലക്കാട് പട്ടാമ്പിയാണ് സ്ഥലം. ഞാനൊരു സീസൺ ടിക്കറ്റ് ഹോൾഡറാണ്. എല്ലാ ഹോം മാച്ചസും ഞാനിവിടെ സ്റ്റേഡിയത്തിൽ വന്ന് ഈസ്റ്റ് ഗാലറിയിൽ നിന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൗഡ് മഞ്ഞപ്പട മെമ്പറാണ്. ഈ സീസണിൽ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയി തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് 2 മാച്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഒഡീഷ എഫ് സിക്ക് എതിരായിട്ടുള്ള മാച്ചും സെക്കൻഡ് വൺ മുംബൈ സിറ്റി എഫ് സിക്ക് എതിരായിട്ടുള്ള മാച്ചും. ഒഡീഷയ്ക്കെതിരായിട്ടുള്ള മാച്ച് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആശാൻ്റെ തിരിച്ചുവരവ്, ദ റോയൽ കംബാക്ക്. അന്ന് കൊച്ചിയിൽ മഞ്ഞപ്പട ആശാന് നൽകിയത് ഒരു ഗ്രാൻഡ് വെൽക്കമായിരുന്നു വിത്ത് ജയൻ ടിഫോ ആൻഡ് മൊസൈക്സ്. അന്ന് ഞാനും അതിൽ ചെറിയൊരു പാർട്ടായിരുന്നു. അതെനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറിയാണ്. അന്ന് ആശാൻ്റെ ആ ഒരു തിരിച്ചുവരവ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്കൊരു ജയം അനിവാര്യമായിരുന്നു. അന്ന് നമ്മളവിടെ നേടിയെടുത്തതും ഒരു ഹാർഡ് ഫോർട്ട് വിക്ടറിയാണ്. അതും ഒഡീഷയ്ക്കെതിരെ, സാക്ഷാൽ ലൊബേറയുടെ ഒഡീഷയ്ക്കെതിരെ. ചരിത്രത്തിലെ പല കണക്കുകളും തിരുത്തി കുറിച്ചുകൊണ്ടായിരുന്നു ആശാൻ്റെ ആ മടങ്ങി വരവ്. അന്നത്തെ മാച്ചിന് ശേഷം ആ ഗാലറി ഒന്നടങ്കം ആശാന് വേണ്ടി ആ കടുങ്കാപ്പി സോങ് പാടിയത് അതിന്നും ഗൂസ് ബംസ് തരുന്ന ഒരു മെമ്മറിയാണ്. പിന്നീട് ഡിസംബർ 24-ന് ക്രിസ്മസ് രാത്രി മുംബൈ സിറ്റി എഫ് സിക്ക് എതിരായിട്ടുള്ള മത്സരം. അത് വെറും ഒരു മത്സരമായിരുന്നില്ല, എരിഞ്ഞു നീറിക്കൊണ്ടിരുന്ന ഒരു പകയുടെ കഥ കൂടിയായിരുന്നു. പ്ലേയേഴ്സിനും ഫാൻസിനും ഒരുപോലെ ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. അന്ന് മുംബൈക്കെതിരെ കൊച്ചിയിൽ നമ്മൾ തീർത്തത് ഒരു നരകമായിരുന്നു. ദ അറ്റ്മോസ്ഫിയർ വാസ് സർറിയൽ. അന്ന് ഒരു ജയത്തിൽ കുറഞ്ഞ ഒന്നും ഞാനടക്കമുള്ള ഒരു ആരാധകനോ ആരാധികയോ ആഗ്രഹിച്ചിരുന്നില്ല. അന്ന് ടീം പൊരുതി നേടിത്തുന്ന ആ വിജയം, ആ ഒരു ക്രിസ്മസ് രാത്രിയെ അതിൽ കൂടുതൽ എങ്ങനെ മനോഹരമാക്കി തരാനാണ്. ഈ 2 മാച്ചസ് ആയിരുന്നു ഈ സീസണിലെ ഇതുവരെയുള്ള എൻ്റെ കലൂരിലെ ബെസ്റ്റ് എക്സ്പീരിയൻസസ്.